ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ യൂൺ മോക്കിനെയും കൂട്ടി സിയോളിലുള്ള അവന്റെ വീട്ടിലേക്ക് ചെല്ലും. അവന്റെ വീടിന്റെ മുകളിൽ ഒരു റൂം കാലിയായിട്ട് കിടക്കുവാണല്ലോ. ആ ഒരു റൂമിൽ മോക്കിനെ താമസിപ്പിക്കട്ടെ എന്ന് വീട്ടിൽ വന്ന് ചോദിക്കും. ഇതിനാണെങ്കിലോ അമ്മയും ബോഗിയോളും സമ്മതിക്കുന്നേ ഇല്ല. പക്ഷേ ഫാദർ എപ്പോഴും ഇവന്റെ കൂടെ സപ്പോർട്ടിനല്ലേ നിൽക്കുള്ളൂ. എനിക്കൊരു കുഴപ്പമില്ല, നീ അവിടെ താമസിപ്പിച്ചോന്ന് പറയും. പക്ഷെ ഒരു തരത്തിനോ അമ്മ ഇതിന് സമ്മതിക്കില്ല. അപ്പൊ തന്നെ യൂണും അല്ല ബോഗ്യുൾ, നീ എപ്പോഴാണ് മുകളിലേക്ക് ഷിഫ്റ്റ് ആവുന്നതെന്ന് ചോദിക്കും. ഞാൻ നെക്സ്റ്റ് വീക്ക് ട്യൂസ്ഡേ എന്തായാലും ഷിഫ്റ്റ് ആവും എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ യൂണിനൊരു ഐഡിയ തോന്നും. എന്തായാലും 1 വീക്ക് ടൈം ഉണ്ടല്ലോ, അതുവരെ അവളെ എങ്ങനെയെങ്കിലും അവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ആരും അറിയാണ്ട് മോക്കിനെയും കൂട്ടി മുകളിലേക്ക് ചെല്ലും. ബോഗിയുള്ള നെക്സ്റ്റ് വീക്ക് ട്യൂസ്ഡേ എന്തായാലും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകും. അതുവരെ നിനക്ക് ഇവിടെ താമസിക്കാം. പക്ഷെ ഒരു വിധത്തിലും നീ ഇവിടെ ലൈറ്റ് ഒന്നും ഇടാൻ പാടില്ല. അങ്ങനെ എങ്ങാനും ലൈറ്റ് ഇട്ടാ നീ ഇവിടെ താമസിക്കുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാകുമെന്നും പറഞ്ഞ് കുറച്ച് ക്യാൻഡിലൊക്കെ കത്തിച്ചു വെച്ച് മോക്കൊക്കെയായിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കും. അങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ, അല്ല മോക്ക, നീ റാൻസോനെ കണ്ടതിന് ശേഷം എന്താ ചെയ്യാൻ പോകുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. നീ എന്തിനാണ് എപ്പോഴും ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതല്ലാണ്ട് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. നമ്മൾ എന്തായാലും വലിയ ആൾക്കാരായില്ലേ, അപ്പൊ നെക്സ്റ്റ് എന്താണ് പ്ലാൻ എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കണം. അത് നിനക്കറിയാൻ പാടില്ലേ എന്ന് ചോദിക്കും. നിനക്കറിയാമോ, ഞാൻ കാണാണ്ട് പോകുന്നതിന് മുമ്പായിട്ട് ഷുഗർ ഏജൻസിയിൽ നിന്ന് എനിക്ക് കോള് വന്നായിരുന്നു. റാൻസോന് എന്നെ മീറ്റ് ചെയ്യണം, അതുകൊണ്ട് സിയോളിലേക്ക് വരാൻ പറഞ്ഞായിരുന്നു. ആ ടൈമിന് ആരും അറിയാണ്ട് ഞാൻ സിയോളിലേക്ക് പോയി. എന്റെ ഫാദർ വീണ്ടും എന്നെ കണ്ടുപിടിച്ച് തിരിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാല് എന്തൊക്കെ വന്നാലും എന്നെ ഒരുപാട് ഉപദ്രവിക്കും. എന്റെ സാധനങ്ങളെല്ലാം തല്ലി പൊട്ടിച്ചു കളയും. അത് പേടിച്ച് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ആ ആക്സിഡന്റ് സംഭവിച്ചതും ഞാൻ ആ ദ്വീപില് പെട്ടുപോയതും. അവിടെയുള്ള ഓരോ നിമിഷവും ആ ഒരു ടൈമിന് ആ കോളിന് എസ് പറഞ്ഞ് ആ ടൈമിന് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നാ മതിയായിരുന്നു. അപ്പൊ എന്റെ ലൈഫ് ഇത്രയും ചേഞ്ച് ആവില്ലായിരുന്നു. ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചാണ് ഞാൻ ആ ദ്വീപില് പെട്ടുപോയത് പോലും. അന്ന് മുതൽ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇനി മുതല് ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ചു കൂട്ടില്ല. ഇപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുമെന്ന്. ഇനി ഞാൻ എന്തായാലും അങ്ങനെ തന്നെയേ മുന്നോട്ട് പോവുള്ളൂ എന്ന് അറിയും. എന്നെ ചുറ്റി നിൽക്കുന്നവരാരും ഞാൻ പറയുന്നതൊന്നും കേൾക്കാറില്ല. നീയും ബോഗ്യുളും ഏകദേശം ഒരേപോലെയാണെന്ന് പറയും. എന്ത് ബോഗ്യുളു? അല്ലെങ്കിൽ ബോഗ്യുളിന് എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കും. അവൻ എന്നേലും 1 വയസ്സിന് ഇളയതാണ്, അതേപോലെ നിന്നേലും 1 വയസ്സിന് ഇളയതാണ്. പിന്നെ നമ്മൾ രണ്ടുപേരും സെയിം ഏജ് ആണ്. എന്നിട്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ അങ്കിൾ അങ്കിൾ എന്ന് വിളിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്, എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചെന്ന് പറയും. നീയേ എന്നെ ബോഗ്യുൾ എന്ന് വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് അവന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുക്കും. പിന്നെ ഇതിൽ എന്റെ നമ്പർ ഉണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അതും പറഞ്ഞ് എപ്പോഴും വിളിക്കാനൊന്നും പാടില്ല, ഞാൻ നല്ല ബിസി ആയിട്ടുള്ള ആളാണെന്ന് പറയും. അതൊക്കെ പോട്ടെ, ഞാനേ നാളെ റാൻസോനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്റെ കൂടെ നീയും കൂടി വരുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് വരാനൊന്നും പറ്റില്ല, അതുമല്ലാണ്ട് നിനക്ക് ഒരുപാട് കുറവുകളുണ്ട്, അതൊക്കെ നീ എങ്ങനെ പരിഹരിച്ചു പോകുമെന്ന് ഇങ്ങനെ ചോദിക്കും. ഈ ഒരു വാചകം കേൾക്കുമ്പോ മോക്കയ്ക്ക് കിയോനെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ തന്നെ ഈ ഉണ്ണ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കും. എന്താ നീ എന്നെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. നിന്നെ കണ്ട നാൾ മുതൽ നീ എന്നെ കിയോനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. എന്ത്, ഞാനോ? അതെ, നിന്റെ നടപ്പ്, ഇരിപ്പ്, സംസാരം, പേഴ്സണാലിറ്റി എല്ലാം കിയോനെ പോലെയാണ് ഉള്ളത്. അതുമല്ലാണ്ട് നീയും ഞാനും സെയിം ഏജും അല്ലേ, അപ്പൊ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. പിന്നെ 15 വർഷങ്ങളായില്ലേ, കുറെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നൈറ്റ് ഇരുന്ന് യൂൺ മോക്ക പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തോണ്ടിരിക്കാണ്. അങ്ങനെ തന്നെ ബോഗ്യുളിനെ നേരെ തിരിഞ്ഞിട്ട്, എടാ, മോക്ക പറഞ്ഞത് കേൾക്കുമ്പോ ആ ഒരു കിയോ ഇല്ലേ ഞാനായിരിക്കും എന്നാണ് തോന്നുന്നതെന്ന് പറയും. എന്താടാ ഇത്, നീ എന്തൊക്കെയായി പറയുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അത് വേറൊന്നുമല്ലടാ, മോക്ക പറയുന്നുണ്ടായിരുന്നു എന്റെ നടപ്പ്, ഇരിപ്പ്, പേഴ്സണാലിറ്റി എല്ലാം കിയോനെ പോലെയാണെന്ന്. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ, ഞാൻ ചിലപ്പോ കിയോ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വെച്ചത്. പക്ഷെ എനിക്കിപ്പോ മോക്കയുടെ ഒരു ഓർമ്മ പോലും ഇല്ല. ചിലപ്പോ ആ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം മോക്കനെ കുറിച്ച് എല്ലാം ഞാൻ മറന്നത്. ശരിക്കും മിഡിൽ സ്കൂളിന് ശേഷമല്ലേ യൂൺ എന്നുള്ള പേര് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കിയോ ആയിരിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. നിനക്ക് എന്താടാ, പ്രാന്താണോ? നീ ഈ സിനിമയിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് നിന്റെ ലൈഫിൽ നടന്ന പോലെ പറയുവാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. എടാ, സിനിമയിൽ നടന്നതാണെങ്കിലും ഇപ്പോ റിയൽ ലൈഫിൽ നടക്കുവല്ലേ, ശരിക്കും എന്റെ പേര് യൂൺ എന്ന് തന്നെയാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. നീ എന്തായാലും നിന്റെ ID കാർഡ് എടുത്ത് ചെക്ക് ചെയ്, അപ്പൊ നിനക്ക് അറിയാലോ എന്ന് ഇങ്ങനെ പറയും. എന്തായാലും എനിക്കൊരു ഓർമ്മയും ഇല്ല, ഹൈസ്കൂളിൽ നടന്ന കാര്യങ്ങളൊന്നും ആക്സിഡന്റിന് ശേഷം എനിക്ക് ഓർമ്മയില്ലല്ലോ. അപ്പൊ ഇനി എന്തായിരിക്കും നടന്നത്? നീ എന്തായാലും എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാ. ഹൈസ്കൂളിന് മുൻപ് എന്റെ പേര് എന്തായിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ ബോഗ്യുളോ ഒന്ന് ആലോചിച്ചിട്ട്, ഹൈസ്കൂളിന് മുമ്പ് നിന്റെ പേരെന്നും പറഞ്ഞ് തിരിഞ്ഞിട്ട്
കിയോന് ഒരു ചവിട്ട് കൊടുത്തിട്ട് നിന്റെ പേര് കിയോ, ഇതല്ലാണ്ട് വേറെ നെയിമൊന്നുമില്ല, നിനക്ക് ഭ്രാന്താണ്, സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിന്റെ ലൈഫിൽ നടക്കുവാണെന്നും പറഞ്ഞ് ഇമാജിൻ ചെയ്ത് നടക്കുവാണ്, നീ പോടാന്നും പറഞ്ഞ് ഓടിച്ചു വിടും. എന്നാലും യൂണിന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തോ കൺഫ്യൂഷൻ അടിച്ച് കിയോ എഴുതി ആ നോട്ട് എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കും. അതേ ടൈം മോക്കേനെ കാണിക്കാണ്. ലൈറ്റർ എടുത്ത് ഓണാക്കി ഓഫാക്കി കളിച്ചോണ്ടിരിക്കും. ഞാൻ ആ ദ്വീപില് ഇരിക്കുന്ന ടൈമിന് അവിടെ കുറച്ച് വെളിച്ചം കൊണ്ടുവരാനായിട്ട് ഞാൻ ഒരു അര ദിവസം പോരാടണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വെളിച്ചം കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്തൊരു അത്ഭുതമാണല്ലേ എന്ന് പറഞ്ഞ് ചിന്തിച്ചോണ്ടിരിക്കാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ബോഗ്യോളിന്റെ ഓഫീസിൽ കാണിക്കാണ്. ഇവരിനി അടുത്ത് എന്ത് പ്രോഗ്രാം ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ബിസി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ തന്നെ ബോഗ്യോള് നമുക്ക് എന്നാലേ റാൻസോനെ വെച്ച് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്താലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഏയ് അതൊന്നും വേണ്ട, അവരെ ഫീൽഡ് ഔട്ട് ആയിട്ടുണ്ട്, അതുമല്ലാണ്ട് ഒരുപാട് കുടിച്ചു നടക്കുവാണെന്നാണ് ഞാൻ കേട്ടതെന്ന് ഡയറക്ടർ ഇങ്ങനെ പറയും. അപ്പൊ തന്നെ ബോഗ്യോളിന്റെ ഫ്രണ്ടും റാൻസോ ഇന്നൊരു വില്ലേജ് ഫെസ്റ്റിവലില് ഗസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറയും. ആ ഒരു പ്ലേസ് എവിടെയാണെന്ന് ബോഗ്യോളും ചോദിച്ച് മനസ്സിലാക്കി വെക്കും. അതേ ടൈം യൂണും മോക്കയും കൂടി ആ ഒരു വില്ലേജ് ഫെസ്റ്റിവലിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോക്കയാണെങ്കിലോ റാൻസോന് ഈ ഗ്രീൻ കളർ ബലൂൺ ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് അതിരുന്ന് ഊതി വീർപ്പിച്ചോണ്ടിരിക്കും. റാൻസോനെ കാണാൻ പോകുന്ന ആ ഒരു സന്തോഷത്തിലാണ് മോക്കയുള്ളത്. ഇത് കാണുമ്പോ യൂണും വണ്ടി ഒതുക്കി നിർത്തും. നീ റാൻസോനെ കാണാൻ പോകുന്ന സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം, പക്ഷേ റാൻസോ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങൾ റാൻസോന് വന്നിട്ടുണ്ട്, അത് നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞു, ഞാൻ എല്ലാം സെർച്ച് ചെയ്തു എന്ന് പറയും. നിനക്കിപ്പോ റാൻസോനെ കുറിച്ച് എല്ലാം തന്നെ അറിയാം, എന്നിട്ടും നീ എന്തുകൊണ്ടാണ് റാൻസോനെ കാണുമെന്ന് വാശി പിടിച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. പക്ഷെ മോക്കയാണെങ്കിലും ഇതിനൊരു മറുപടിയും കൊടുക്കാണ്ട് ആ ഒരു ഗ്രീൻ കളർ ബലൂൺ ഊതി വിരിപ്പിച്ചോണ്ടിരിക്കും. അതേ ടൈം റാൻസോനെ കാണിക്കാണ്. റാൻസോന്റെ അടുത്തേക്ക് മാനേജർ വരും. ഏതോ ഒരു ഫാൻ നിങ്ങൾക്ക് തന്നതാന്നും പറഞ്ഞിട്ട് ഒരു വൈൻ എടുത്ത് കൊടുക്കും. അതുമല്ലാണ്ട് മ്യൂസിക് പ്ലെയർ നിലത്ത് വീണ് പൊട്ടിപ്പോയി, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ലൈവായിട്ട് പാടേണ്ടി വരും എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ റാൻസോ ഒന്ന് ഷോക്കായിട്ട് മാനേജറിനെ തിരിഞ്ഞു നോക്കും. നിങ്ങൾ എന്തായാലും സങ്കടപ്പെടണ്ട, ബാക്കപ്പ് സിംഗറിന് ആരെയെങ്കിലും കിട്ടുമോ എന്ന് ഞാനിപ്പോ അന്വേഷിച്ചോണ്ടിരിക്കാന്ന് പറയും. എന്താ നീ പറയുന്നത്, എന്റെ പാട്ട് ഇവിടെയുള്ള ഒരാൾക്ക് പോലും അറിയില്ല, അപ്പൊ പിന്നെ ബാക്കപ്പ് സിംഗറിനെ കണ്ടുപിടിച്ചിട്ട് എന്താ കാര്യമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ റാൻസോന് ഒരു ഐഡിയയും കിട്ടും. എന്തായാലും എനിക്കൊരു ഐഡിയ കിട്ടി, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് കമ്മിറ്റി മെമ്പേഴ്സ് എന്നോട് വൈൻ കുടിക്കാനായിട്ട് പറഞ്ഞു, നിർബന്ധിച്ച് പറഞ്ഞത് കൊണ്ട് ഞാൻ വൈൻ കുടിച്ചു, അതുകൊണ്ട് മര്യാദക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് നീ പറഞ്ഞേക്കെന്നും പറഞ്ഞ് പുള്ളിക്കാരി വൈൻ ബോട്ടിൽ തുറന്ന് കുടിക്കാനായിട്ട് തുടങ്ങും. ഇത് കണ്ടിട്ട് മാനേജറിനാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല. അതേ ടൈം യൂണും മോക്കയും കൂടി ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്കും എത്തും. മോക്ക പെട്ടെന്ന് തന്നെ ആ ഗ്രീൻ ബലൂൺസുമായിട്ട് ഓരോരുത്തരുടെ അടുത്തേക്കും ചെന്ന് ബലൂൺസ് ഒക്കെ കയ്യിൽ കൊടുത്ത് റാൻസോ വരുമ്പോ റാൻസോ റാൻസോ എന്നും പറഞ്ഞ് ഈ ബലൂൺ പൊക്കി ഇത് ഇങ്ങനെ കാണിക്കണമെന്നും പറഞ്ഞ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാണ്. ആ ടൈമിന് യൂൺ കാറിലിരുന്ന് ബലൂണൊക്കെ ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കാണ്. ശരിക്കും ഇവൾക്ക് എന്താ പറ്റിയത്, വല്ല തലക്കടി കൊണ്ട് വട്ടായി പോയതായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും. അതേ ടൈം റാൻസോന്റെ മാനേജറും കമ്മിറ്റി മെമ്പേഴ്സിന്റെ അടുത്തേക്ക് ചെല്ലും. റാൻസോന് ഇപ്പൊ ഭയങ്കര കോൾഡാണ്, അതുകൊണ്ട് ലൈവ് പെർഫോമൻസ് ഒന്നും നടത്താനായിട്ട് പറ്റില്ല, നിങ്ങൾക്കൊരു ബാക്കപ്പ് സിംഗറിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അവരാണെങ്കിൽ ഇല്ല എന്ന് പറയും. എന്നാൽ നിങ്ങൾ റാൻസോന്റെ പെർഫോമൻസ് ലിസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അവരതിനൊരു മറുപടിയും കൊടുക്കാണ്ട് അവരുടെ ഓരോ ജോലിയും നോക്കിക്കൊണ്ടിരിക്കും. ഇതേ ടൈം ഇത് കേട്ട മോക്കിയും നേരെ റാൻസോന്റെ മാനേജറിന്റെ അടുത്തേക്ക് വരും. നിങ്ങളാണോ റാൻസോന്റെ മാനേജർ എന്ന് ഇങ്ങനെ ചോദിക്കും. അതെ, എന്താന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ നിങ്ങൾ ബാക്കപ്പ് സിംഗറിനെ അന്വേഷിച്ചോണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞ് മാനേജറിനെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കും. മാനേജറിനാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല, ഇവള് എന്തിനാണ് അടുത്തേക്ക് വന്നതെന്നുള്ള രീതിയിൽ ഷോക്കായിട്ട് നിൽക്കുവാണ്. അങ്ങനെ ഫെസ്റ്റിവലും സ്റ്റാർട്ടാകും. റാൻസോന്റെ പെർഫോമൻസ് നടക്കേണ്ട ടൈമും എത്തും. മാനേജർ അങ്ങനെ തന്നെ റാൻസോനെ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിലേക്ക് എത്തും. റാൻസോയാണെങ്കിലോ കിട്ടിയ വൈൻ ബോട്ടില് മൊത്തം കാലിയാക്കി നടക്കാൻ പറ്റാണ്ട് നടന്നു വന്നോണ്ടിരിക്കുകയാണ്. അയ്യോ, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്, ആ കിട്ടിയ വൈൻ ബോട്ടില് മൊത്തം തീർത്തോന്ന് ഇങ്ങനെ ചോദിക്കും. ഏയ് ഞാൻ കുടിച്ചില്ലല്ലോ, ഞാൻ ഓക്കെയാന്ന് പറയും. ഇനി വേറെ നിവർത്തിയില്ല, നിങ്ങളിപ്പോ പെർഫോം ചെയ്തേ പറ്റുള്ളൂ, നിങ്ങൾ എന്തായാലും സ്റ്റേജിലേക്ക് കയറി മൈക്ക് ഓഫ് ആക്കി പാട്ട് പാടി പെർഫോം ചെയ്യാനായിട്ട് തുടങ്ങിക്കോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബാക്കപ്പ് സിംഗറിനെ കണ്ടെത്തിയിട്ടുണ്ട്, അവള് നിങ്ങളുടെ ഫാൻ ഗേൾ ആണ്, അതുമല്ലാണ്ട് നിങ്ങളുടെ എല്ലാ സോങ്ങും അവൾക്ക് അറിയാം, അവള് പാടുന്നതും ഞാൻ കേട്ടായിരുന്നു, കറക്റ്റ് ആയിട്ട് നിങ്ങൾ പാടുന്ന അതേ ടോണിലാണ് അവളും പാടുന്നത്, നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് സ്റ്റേജിലേക്ക് കയറിക്കോന്നും പറഞ്ഞ് റാൻസോന സ്റ്റേജിലേക്ക് കയറ്റി വിടും. അങ്ങനെ റാൻസോയും നടക്കാൻ പറ്റാണ്ട് ഒരുമാതിരി നടന്ന് സ്റ്റേജിലേക്ക് കയറി നിൽക്കും. ആ ടൈമിന് നമ്മുടെ മോക എല്ലാവരുടെയും കയ്യില് ആ ഒരു ഗ്രീൻ ബലൂണ് കൊടുത്തിട്ടുണ്ടല്ലോ, അവള് പറഞ്ഞ പോലെ തന്നെ ആ ബലൂണ് എല്ലാവരും തന്നെ പൊക്കി കാണിച്ച് റാൻസോ റാൻസോ എന്ന് ഒച്ചത്തിൽ വിളിച്ച് പറയാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോൾ റാൻസോന് എന്തോ പോലെയാകും. അപ്പൊ തന്നെ അവളുടെ പഴയ ഓർമ്മകളെല്ലാം അവളുടെ മനസ്സിലേക്ക് വരും. ഞാൻ ഇങ്ങനെ കുടിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ്
ഫീൽ ചെയ്ത് നിൽക്കുവാണ്. അതേ ടൈം മോക്കയാണെങ്കിലോ ബാക്ക് സ്റ്റേജിൽ നിന്ന് റാൻസോന ഒരുമാതിരി നോക്കി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. റാൻസോയാണെങ്കിലോ ഈ ഓഡിയൻസിനെ കണ്ട് സ്റ്റണ്ണായിട്ട് നിൽക്കുവാണ്. ഇവളിങ്ങനെ പാടാണ്ട് ഒരുപാട് നേരം നിൽക്കുന്ന കാണുമ്പോൾ ഓഡിയൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പിറുപിറുക്കാനായിട്ടൊക്കെ തുടങ്ങും. റാൻസോ ഇത് കണ്ട് പെട്ടെന്ന് തന്നെ മാനേജറിനെ നോക്കും. മാനേജർ ആണെങ്കിലോ നിങ്ങൾ എന്തായാലും വിഷമിക്കണ്ട, ആ സൈഡില് മോക്കയുണ്ട്, അങ്ങോട്ട് നോക്കെന്ന് പറയും. അപ്പൊ തന്നെ മോക്കേനെ റാൻസോയും തിരിഞ്ഞു നോക്കും. മോക്കയാണെങ്കിലോ റാൻസോനെ കണ്ട് സ്റ്റണ്ണായിട്ട് നിൽക്കുവാണ്. അങ്ങനെ റാൻസോനും ഒരു വിശ്വാസമൊക്കെ വന്ന് മൈക്ക് ഓഫ് ചെയ്ത് പെർഫോം ചെയ്യാനായിട്ട് തുടങ്ങും. ബാക്ക് സ്റ്റേജിൽ നിന്ന് മോക്ക ഉരുകി ഉരുകി ഭയങ്കരമായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. റാൻസോ വെറുതെ ലിപ്സിങ് മാത്രമാണ് ചെയ്യുന്നത്. ഇതാണെങ്കിലോ ബോഗ്യോളും ഫ്രണ്ടും കൂടി വന്ന് നിന്ന് കാണും. ഇവനാണെങ്കിലോ റാൻസോ പാടുന്ന പോലെയാണ് ഫീലൊക്കെ ചെയ്യുന്നത്. അതേ ടൈം യൂണും റാൻസോന്റെ മാനേജറും മോക്കയുടെ ആ ഒരു സൗണ്ട് ഒക്കെ കേട്ട് സ്റ്റണ്ണായിട്ട് നിൽക്കുവാണ്. ഇവൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുമോ എന്നുള്ള രീതിയിൽ മോക്കേനെ തന്നെ രണ്ടുപേരും നോക്കിക്കൊണ്ട് നിൽക്കും. അങ്ങനെ ഒരു വഴി ആ പെർഫോമൻസും കഴിയും. പെർഫോമൻസ് കഴിഞ്ഞ ഉടനെ തന്നെ ഓഡിയൻസ് എല്ലാവരും ആ ഒരു ഗ്രീൻ ബലൂൺ പൊക്കി കാണിച്ച് റാൻസോ റാൻസോ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവരുടെ പേര് വിളിച്ചുകൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ റാൻസോന്റെ മനസ്സിലും വല്ലാത്തൊരു സന്തോഷമൊക്കെ വരും. ഇത്രയും നാള് താൻ ഫീൽഡ് ഔട്ട് ആയി, ഇനിയൊരു പെർഫോമൻസും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോ ഓഡിയൻസിന്റെ പ്രതികരണമൊക്കെ കണ്ട് റാൻസോന് വല്ലാണ്ട് ഫീൽ ചെയ്ത് കരയാനായിട്ടൊക്കെ തുടങ്ങും. ഇത് കണ്ട് മോക്കയും ഭയങ്കര ഫീൽ ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കും. ഫ്യൂച്ചറിൽ എന്ത് വേണേലും നടന്നോട്ടെ, പക്ഷേ എനിക്കതിൽ ഒരു പ്രോബ്ലവും ഇല്ല. ഈ ഒരു നിമിഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. ഈ ഒരു നിമിഷം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല എന്നും പറഞ്ഞ് മോക്ക മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിന് റാൻസോയും നേരെ മോക്കയുടെ അടുത്തേക്ക് വരും. നിന്റെ പേരെന്താണെന്ന് ഇങ്ങനെ ചോദിക്കും. മോക്കയും ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്റെ പേര് മോക്ക എന്നിങ്ങനെ പറയും. അപ്പൊ തന്നെ റാൻസോ വന്ന് മോക്കേനെ കെട്ടിപ്പിടിക്കും. മോക്കയും റാൻസോനെ കെട്ടിപ്പിടിച്ച് കരയാനായിട്ട് തുടങ്ങും. ആരെ കാണണമെന്ന് ആഗ്രഹിച്ച് അവളുടെ 15 വർഷങ്ങൾ ഒരു ദ്വീപിൽ കളഞ്ഞു. ആ ഒരു കഷ്ടപ്പാടുകളെല്ലാം ഈ ഒരു ഞൊടി അവൾക്ക് മറന്നുപോയ പോലെയാണ്. 15 വർഷങ്ങള് ഞാൻ എത്രയും കഷ്ടപ്പെട്ടു, ആ ഒരു കഷ്ടപ്പാടുകളെല്ലാം ഈ ഒരു നിമിഷം എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയി എന്നും പറഞ്ഞ് മോക്കയും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ യൂണിനാണെങ്കിലോ കഴിഞ്ഞ ദിവസം നൈറ്റ് നടന്ന കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. നീ സിനിമയിൽ കണ്ട പോലെ നിന്റെ ലൈഫിൽ നടക്കുമെന്ന് വിചാരിച്ച് നടക്കുന്ന ഭ്രാന്തനാണ് നീ എന്നും പറഞ്ഞിട്ട് ബോഗ്യോള് യൂണിനെ ഓടിച്ചു വിടും. ആ ടൈമിന് യൂണും ചെന്നിരുന്ന് കിയോ എഴുതിയ ആ ഒരു വാചകങ്ങള് വായിച്ചുകൊണ്ടിരിക്കും. അത് നോക്കിക്കൊണ്ട് തന്നെ ബോഗ്യോളിന്റെ അടുത്ത് അപ്പോ എനിക്കും അവൾക്കും ഒരേ ഏജ് ആയത് കോയിൻസിഡന്റ് ആണെന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കും. അതെ, ഇത് കോയിൻസിഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ ആ ദ്വീപിൽ നിന്ന് കണ്ടെത്തിയതും കോയിൻസിഡന്റ് ആണെന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കും. അതേടാ, ഇതും കോയിൻസിഡൻസ് തന്നെയാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇതിനെന്താ അർത്ഥം? ഇത് ഞാൻ കിയോന്റെ റൂമിൽ നിന്ന് എടുത്തതാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? മനസ്സുകൊണ്ട് നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാല് അത് ഏത് വിധേനയും നമുക്കത് ലഭിക്കും. അതും പ്രതീക്ഷിക്കാത്ത ടൈമിന് ലഭിക്കുമെന്നാണ് എഴുതിയിട്ടുള്ളത്. ഈ വാക്യങ്ങളെല്ലാം കിയോന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുമെന്നാണ് മോക്ക പറഞ്ഞത്. ഈ വാക്യങ്ങളെല്ലാം നമ്മുടെ അമ്മയും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞു തരാറുണ്ട്. അപ്പോ ഇതെല്ലാം കോയിൻസിഡന്റ് ആണെന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോ ബോഗ്യോളും ഒന്ന് ആലോചിച്ചിട്ട് യൂൺ നീ എന്തായാലും കിയോ അല്ല എന്നിങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ യൂണും ഇത്രയും നാള് ഞാൻ കിയോ ആണോന്ന് ഡൗട്ട് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ എനിക്ക് കൺഫേം ആയി ഞാനാണ് കിയോ. ഞാൻ കാരണമാണ് 15 വർഷങ്ങള് മോക്കയുടെ ലൈഫ് ആ ദ്വീപിൽ പോയത്. ഞാൻ ശരിക്കും ഒരു മോശം പയ്യനാണ്. സ്വന്തം അച്ഛന്റെ പേരിൽ പോലും കേസ് കൊടുത്ത് ഓടിപ്പോയവൻ. ഞാനിനി എന്തായാലും മോക്കയുടെ കൂടെ നിൽക്കാൻ പോവാണ്. കിയോയുടെ സ്ഥാനത്ത് നിന്ന് അവൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് പറയും. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് ഡേ മോക്കിനെയും കൂട്ടി ആ ഒരു വില്ലേജ് ഫെസ്റ്റിവലിന് കിയോ വന്നത് പോലും. ഇപ്പോ അതെല്ലാം ആലോചിച്ച് ഭയങ്കര സങ്കടപ്പെട്ട് മോക്കേനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.